പോലീസും നഗരസഭയും തമ്മിൽ തർക്കമുണ്ടായി ഓണർഷിപ്പിൽ. അത് കളക്ടർ ഇടപെട്ട് ഒരു ചർച്ച വെച്ച് അതിലൊരു ഒത്തുതീർപ്പുണ്ടായി. ആ ഒത്തുതീർപ്പ് അനുസരിച്ച് പകുതി സ്ഥലം പോലീസിന് വിട്ടുകൊടുത്തു. അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് വേറെ ആധാരമോ നടപടിയൊന്നും ഇല്ലാതെ വിട്ടുകൊടുത്തു. നഗരസഭയ്ക്ക് തരേണ്ട പകുതി സ്ഥലം 52 സെൻറ്റ് സ്ഥലം, ആ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കിട്ടിയ ഓർഡറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ കോപ്പി നിങ്ങൾക്ക് തരാം. ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് നഗരസഭയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്ഥലം വിട്ടുകൊടുക്കാൻ നിലവിലുള്ള നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ, വ്യവസായ ആവശ്യത്തിന് ലാഭകരമായ കാര്യത്തിനാണ് നഗരസഭ ഉപയോഗിക്കുന്നതെങ്കിൽ വാങ്ങണം, മാർക്കറ്റ് വില കൊടുത്ത് സർക്കാരിൽ നിന്ന് വാങ്ങണം. ലാഭകരമല്ലാത്ത കാര്യത്തിനാണെങ്കിൽ വെറുതെ തരും. അപ്പോൾ അതിനുള്ള അപേക്ഷ വയ്ക്കണം, നഗരസഭ നടപടിക്രമങ്ങൾ പാലിക്കണം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായത്. ആ തീരുമാനം നിലനിൽക്കെ സ്ഥലം നഗരസഭയ്ക്ക് വിട്ടുകിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആകെ അനൗൺസ്മെൻറ്റൊക്കെ നടത്തി മന്ത്രി AC മൊയ്തീനെ കൊണ്ടുവന്ന് ടൗൺ ഹാളിനവിടെ തറക്കല്ലിട്ടു. അപ്പോൾ ഇല്ലാത്ത സ്ഥലത്താണ് ആ തറക്കല്ലിട്ടത്. ഒന്ന്. രണ്ടാമത് ടൗൺ ഹാളിൻ്റെ DPR ഉണ്ടാക്കി 25 ലക്ഷം രൂപ മുടക്കി 20 കോടി ചിലവ് വരുന്ന കെട്ടിടം പണിയുന്നതിനുള്ള DPR ആണ് തയ്യാറാക്കിയത്. അതിന് 25 ലക്ഷം രൂപ ചിലവാണ്. പിന്നെ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി അതിൻ്റെ ഉദ്ഘാടനം, തറക്കല്ലിടൽ ചടങ്ങ്, അതിൻ്റെ ചിലവ്, അതുകൂടാതെ പിന്നെ ഫയർ NOC മേടിക്കാൻ, ഇങ്ങനെ എല്ലാം കൂടി 40 ലക്ഷം രൂപയോളം ഇല്ലാത്ത സ്ഥലത്ത് ടൗൺ ഹാൾ പണിയാൻ ഇവർ ചിലവഴിച്ചു എന്നുള്ളതാണ്. അത് ഇലക്ഷൻ മുമ്പായി നടന്നൊരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ്. ഇപ്പോൾ ഓഡിറ്റ് വന്നപ്പോൾ ആ 40 ലക്ഷം രൂപ ഓഡിറ്റിൽ തടഞ്ഞിരിക്കുകയാണ്. അതാര് കൊടുക്കണം? ആ കൗൺസിലിലുള്ള എല്ലാ കൗൺസിലർമാരും അതിൽ ബാധ്യസ്ഥരാണ്. അതിന് നിയമ നടപടി ആരംഭിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. നഗരസഭയ്ക്ക് ആ പൈസ തിരിച്ചു കിട്ടാൻ ആരംഭിക്കുമ്പോൾ അന്ന് കൗൺസിലുണ്ടായിരുന്ന അതിൽ UDF അംഗങ്ങൾ അതിന് വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്തുകൊണ്ട് അവരൊരു പക്ഷേ രക്ഷപ്പെട്ടേക്കും. സമാനമായ വേറൊരു കേസിൽ നഗരസഭയിൽ പഴയ കൗൺസിലർമാർ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. കാരണം പഴയ ഓഫീസ് കെട്ടിടം അന്ന് LDF ഭരണത്തിൽ, കഴിഞ്ഞ 15-20 കാലത്തെ ഭരണത്തിൽ ആ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് വെറുതെ 17 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾക്കാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അന്ന് 17 ലക്ഷം രൂപ മുടക്കിയിരുന്നെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ എല്ലാ പണികളും തീർത്ത് അത് വാടകയ്ക്ക് കൊടുക്കാമായിരുന്നു. ടെൻഡർ ചെയ്താണ്. ടെൻഡർ ചെയ്ത് പ്രതിമാസം അതിന് 60,000 രൂപ പ്രതിമാസം വാടകയും 22 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കെട്ടിച്ച് കോൺട്രാക്ടറിൽ നിന്ന് മേടിച്ച് ടെൻഡർ ഉറപ്പിച്ചു കൊടുത്താണ്. അപ്പം മെയിൻ്റനൻസ് നടത്തി കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാളെ കെട്ടിടം ഏറ്റെടുക്കാതെ കുറേ നാൾ മുന്നോട്ട് പോയി. അവസാനം കോടതി കേസിന് പോയി. കോടതി ആ അടച്ച കാശ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അടച്ച കാശ് തിരിച്ചു കൊടുത്തു. പിന്നെയും ഈ ഭരണത്തിൽ 35 ലക്ഷം രൂപ മുടക്കി മെയിൻ്റനൻസ് നടത്താൻ പിന്നത്തെ തീരുമാനം എടുത്തു. അതും DPC അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ ഇവരുടെ പീരീഡിൽ ആ ഒരു അറ്റകുറ്റപ്പണി നടത്താതെ ആ കെട്ടിടത്തെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കായിരുന്നു. അതിൻ്റെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്. അവസാനം അന്നത്തെ പ്രതിപക്ഷം, കോൺഗ്രസ് അംഗങ്ങൾ ആ കെട്ടിടം ഏറ്റെടുത്ത് ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ കെട്ടിടം പൊളിച്ചു കളയാനുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇവർ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചു. അവർ കൊടുത്തില്ല. അവസാനം കോഴിക്കോട് NITയെ സമീപിച്ച് കെട്ടിടം പൊളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ അന്നത്തെ UDF അംഗങ്ങൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ സമീപിച്ച് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വിലക്കിയതുകൊണ്ടാണ് ആ കെട്ടിടം പൊളിക്കാവുന്നത്. അപ്പോൾ ഇന്ന് ആ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണി 2,70,00,000 ആക്കുന്നത് വരെ അത് അവിടെ സ്വാഭാവിക മരണത്തിന് ആ കെട്ടിടത്തെ വിട്ടുകൊടുത്ത് ആ നിലയിലേക്ക് കെട്ടിടത്തെ മാറ്റിയത് അവരാണ്. LDFൻ്റെ കഴിഞ്ഞ ഭരണമാണ്. മനസ്സിലായോ? അപ്പോൾ ആ നിലയിൽ ഈ നഗരസഭയെ പുറകോട്ടടിക്കാനാണ് അവർ ഓരോ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ അയ്യായിപ്പാടത്ത് സ്ഥലം മേടിച്ചതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഈ അയ്യായിപ്പാടത്ത് സ്ഥലം മേടിച്ചത് ആദ്യമായിട്ട് മേടിച്ചെന്ന 2000 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലം ഈ നഗരസഭ മേടിച്ചാണ്. ആ സ്ഥലത്താണ് LDF ഭരണത്തിൽ MCF പണിത്. എന്താ കാരണം? അന്ന് നമ്മളിത് വാങ്ങുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് കളക്ഷനൊന്നും സംസ്ഥാനത്തില്ല. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് കളക്ഷനൊന്നുമില്ല. അന്നപ്പോൾ അവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നഗരസഭയിൽ നിന്ന് അടിച്ചു വാരണ വേസ്റ്റ്, ഇങ്ങനെയുള്ള സാധനം കൊണ്ടിടാനൊരു സ്ഥലം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ആ സ്ഥലത്ത് അത് നിലമായിരുന്നിട്ട് കൂടി ഇപ്പോൾ ഉള്ള ആക്ഷേപമൊക്കെ ഉള്ള സ്ഥലമാണത്. അവിടെ MCF പണിതാരാ? ഇവരുടെ ഭരണത്തിലാണ്. അത് കഴിഞ്ഞ് അവിടെ അതിന് തൊട്ടടുത്ത് തന്നെ ടർഫ് കോർട്ട് പണിയാൻ നടപടി സ്വീകരിച്ച് ടെൻഡർ ചെയ്താരാ? ഇവരുടെ കഴിഞ്ഞ ഭരണത്തിലാണ്. ആ സ്ഥലത്ത് ഈ കൗൺസിൽ ഒരു പുതിയ MCF പണിയാൻ തീരുമാനിച്ചപ്പോൾ അത് നിലമാണ്, പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തടയൽ, പിടിക്കൽ, ബഹളം. അവസാനം കൗൺസിലിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയെ കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. കോടതി അതിൽ ഇടപെട്ടു മാന്യമായി. കോടതി പറഞ്ഞു ഇത് നിലമാണെങ്കിൽ അത് തരം മാറ്റിയിട്ട് പണി തുടർന്നോളൂ.
തരം മാറ്റുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നാണ് നഗരസഭയ്ക്ക് കോടതി ഇട്ട ഉത്തരവ്. 1 മാസത്തിനകം ഗവൺമെൻറ് തരം മാറ്റി തന്ന് നമ്മളവിടെ പണി പൂർത്തിയാക്കുകയാണ്. അപ്പം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പൊതു ആവശ്യത്തിന് സ്ഥലം വാങ്ങുമ്പോൾ വലിയ വില കൊടുത്ത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥലം വാങ്ങാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്. അത് വില കുറഞ്ഞ സ്ഥലമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. തന്നെയുമല്ല നിലവിലെ MCF-നോട് ചേർന്ന് സ്ഥലം മേടിച്ചാലേ ആ MCF വികസിപ്പിക്കാൻ പറ്റുള്ളൂ. ഓരോ MCF-ഉം അതിൻ്റെ സ്ഥലവും നിലനിൽക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കാൻ പറ്റുമോ? പത്രപരസ്യം കൊടുത്താണിത്, അല്ലാണ്ട് രഹസ്യമായിട്ടില്ല. പത്രപരസ്യം കൊടുത്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കി ആ എല്ലാ നടപടികൾക്കും കൗൺസിലിൽ ഇരുന്ന് 2 കൈയും പൊക്കി പിന്തുണച്ചവരവർ. ആ പിന്തുണ മുഴുവൻ തന്ന ആളുകൾ അതിൻ്റെ ടെൻഡർ നടപടികൾ അംഗീകരിച്ചു, എല്ലാ നടപടിയും അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനടുത്ത് സ്ഥലം വാങ്ങാൻ എല്ലാ നടപടിയും പൂർത്തീകരിച്ചു. ഇതിന് എല്ലാ ഘട്ടത്തിലും ചെയർമാൻ പറയണ്ടായി, പർച്ചേസ് കമ്മിറ്റിയിൽ ഇവരുണ്ട്, എല്ലാവരും ഉണ്ട്. അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് ആധാരം ചെയ്ത് സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാണ് അഴിമതി. 3,30,000 രൂപയ്ക്ക് കഴിഞ്ഞ കൗൺസിൽ വാങ്ങാൻ തീരുമാനിച്ച സ്ഥലമാണ് ഈ കൗൺസിൽ വിലവേശി 1.90 നമ്മളിപ്പോൾ വാങ്ങിയത്. അതിന് ആർക്കെന്താ പറയാൻ കഴിയും? അവരെവിടെ പോയിക്കൊണ്ട് ഇവിടെ കയറി തെരുവിലല്ലോ ബഹളം ഉണ്ടാക്കണ്ടേ? ആ, കാശ് കൊടുത്തത് കറൻസി ആയിട്ടല്ല, ചെക്കായിട്ട് കൊടുത്തേക്കണേ. അവരുടെ പേരിലേക്ക് അക്കൗണ്ട് പേജ് ചെക്കാണ്. അത് മനസ്സിലായോ? ആ കാശ് കിട്ടിയിട്ട് അവരിനിപ്പോൾ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള അന്വേഷണം എടുക്കേണ്ട കാര്യം നമുക്കില്ല. കിട്ടാവുന്നവർക്ക് പോയി മേടിച്ചോട്ടെ. ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്ന പരിപാടിയില്ല, ആർക്കെങ്കിലും പോയി മേടിക്കാം. അത് വേറെ കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും എല്ലാ നിയമ നടപടിക്രമവും പാലിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അതിൽ ആർക്ക് വേണമെങ്കിലും ഇത് വില കൂടുതലാണ് അല്ലെങ്കിൽ സ്ഥലം അനുയോജ്യമല്ല എന്നൊക്കെ പറഞ്ഞ് തടയാം. വില്ലേജ് ഓഫീസർക്ക് തടയാം. ഭരണം LDF-ൻ്റെ ആണല്ലോ, ഇവരാണല്ലോ അവിടുത്തെ പ്രതിപക്ഷം. അവർക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിങ്ങനെ ആരംഭിച്ചിട്ട് ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ആധാരത്തിലേക്ക് എത്തണേ. അപ്പോൾ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, ജോയിൻറ്റ് ഡയറക്ടർ തുടങ്ങി ഒരുപാട് ആളുകളുടെ കയ്യിലൂടെ ഈ ഫയൽ പോയാണ് ഇവിടെ എത്തണേ. അതിലെവിടെയൊക്കെ വേണമെങ്കിലും ഇവർക്ക് ഇടപെടാം. എല്ലാം അങ്ങനെ ഇടപെട്ട് ഒരുപാട് കാര്യം ഇവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊന്നും പറഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും വില കുറവിന് അനുയോജ്യമായ സ്ഥലം എന്ന് വെച്ചാൽ നിലവിലെ MCF-നോട് ചേർന്ന സ്ഥലം കിട്ടിയാലാണ് അത് വികസിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് മേടിച്ചിട്ടുള്ളത്. അയ്യായിപ്പാടത്ത് പിന്നെ പ്ലേ ഗ്രൗണ്ടിന് വേണ്ടി വേറെ സ്ഥലം മേടിക്കാൻ ഈ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നടപടിക്രമം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇവരെ പേടിച്ച് മേടിക്കാതിരിക്കില്ല. നേരിട്ട് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് പിന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ കൈപ്പത്തി അടയാളത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. അപ്പോൾ അത് ഇവരുടെ ആനുകൂല്യത്തിൽ ജയിച്ചവരെന്നല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ അവരുടെ മാൻഡേറ്റ് അനുസരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടിയല്ലല്ലോ അവർ. ചിഹ്നത്തിൽ മത്സരിക്കില്ല. 30 സീറ്റ് നഗരസഭയിലുള്ളപ്പോൾ 7 സീറ്റിലാണ് ചിഹ്നത്തിൽ മത്സരിച്ചത്. ഇനി വരാൻ പോണ ഇലക്ഷനിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജനങ്ങളെ ശരിയായി ഞങ്ങൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തി മത്സരിക്കാനാണ് ഞങ്ങളവരെ വെല്ലുവിളിക്കുന്നത്. സ്വതന്ത്ര ചിഹ്നം പറഞ്ഞ ആളുമാറാട്ടം കളിച്ച് ജയിച്ചു വന്നു കഴിയുമ്പോൾ പാർട്ടിയോട് കൂടെ നിൽക്കുന്ന പരിപാടിയല്ല അവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവർ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ അവർ ജനങ്ങളുടെ മുമ്പിൽ. ഓടിച്ചിട്ടുണ്ടല്ലോ, അതിന് കേസുണ്ട്. കേസെടുക്കാൻ കൗൺസിൽ